ഹായ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര്, അതായത് 2023 പകുതി മുതൽ ആളുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന, ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരുന്ന RRB JEE 2024 നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പറയാനാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ആ സമയം വേസ്റ്റ് ആവത്തില്ല. കാരണം കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ 2024 എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ആ നോട്ടിഫിക്കേഷനെ പറ്റിയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും ആർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാ നോക്കൂ, നിങ്ങൾ ദ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഹാസ് അനൗൺസ്ഡ് എ റിക്രൂട്ട്മെന്റ്. എത്രയാണ് നമ്മളുടെ വേക്കൻസി തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 7934 വേക്കൻസി, ഒരു 17 വേക്കൻസി ചില പോസ്റ്റുകൾ കൂടെ ഉണ്ട്. അങ്ങനെ ടോട്ടലി 7951 പോസ്റ്റുകളിലേക്ക് ആണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. ജൂലൈ 30 കൂടി നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലൈവായി തുടങ്ങും. ഓഗസ്റ്റ് 29 വരെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള, അതായത് ബിടെക് കഴിഞ്ഞിട്ടുള്ള, ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള, നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ അറിയാലോ, മെക്കാനിക്കല്, സിവില്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ പോലെയുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിച്ചിട്ടുള്ള ഡിപ്ലോമ ബിടെക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് സർവീസിലേക്ക് വർക്ക് ചെയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റുകളെ കുറിച്ചൊക്കെ, ബാക്കിയുള്ള പോസ്റ്റുകളെ കുറിച്ചും എക്സാമിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് നമുക്ക് വന്ന ന്യൂസ്. പെട്ടെന്ന് റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്ന ന്യൂസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഞാൻ അടുത്തത് പറയാൻ പോകുന്നതെന്ന് പറയുന്നത്, ഈ RRB JEE സർ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? പല ആളുകൾക്കും ഉള്ള ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ഏജ് ലിമിറ്റ് വെച്ച് എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദാ ഇത്രയേ ഉള്ളൂ, ഇത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. 36, നമ്മുടെ മറ്റ് എക്സാമുകൾ വന്നപ്പോഴും കോവിഡിന്റെ ഒരു റിലാക്സേഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെ ഇവിടെയും പറയുന്നു. 36 ആണ് ഏജ് ലിമിറ്റ് തന്നിരിക്കുന്നത്. OBC പോലെയുള്ള അതർ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 3 ഇയർ to 5 ഇയർ റിലാക്സേഷൻസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പൊ അത്യാവശ്യം ഏജ് ലിമിറ്റ് ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. 36 മുതൽ റിസർവേഷൻ ഉള്ളവർക്ക് 39, 40 വരെ പോകുന്ന ടൈപ്പ് ഓഫ് റിസർവേഷൻ ഉള്ള ഒരു എക്സാമിന്റെ കണ്ടക്ടിങ് ആണ് എന്തിലൂടെ ഉദ്ദേശിക്കുന്ന RRB JEE 2024 നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ബ്രാഞ്ചുകാർക്കാ വേണ്ടേ? ഏതൊക്കെ ബ്രാഞ്ചുകാരെ? സിവില്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ RRB JEE IT, അതുപോലെ കെമിക്കൽ, മെറ്റലോജിക്കൽ അസിസ്റ്റന്റ് പൊസിഷൻസ്, ഇവയൊക്കെയാണ് എന്തിൽ വന്നിരിക്കുന്നത്? നമ്മുടെ RRB JEE 2024 ജൂലൈ 30 വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിലുള്ള പോസ്റ്റുകൾ. അപ്പോൾ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു, എന്ത് ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതെന്നും കൃത്യമായിട്ട് പറഞ്ഞു. ഇത്രയും കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഈ പോയിന്റുകൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കും മക്കളെ. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് ഇപ്രാവശ്യത്തെ പരീക്ഷ നേടിയെടുക്കാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. ദിശ അക്കാഡമി ഗ്യാരണ്ടി തരികയാണ്. എന്താണ്? നമുക്ക് 7951 വേക്കൻസി ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു RRB JEE 7934 വേക്കൻസിയും ഒരു 17 വേക്കൻസി അതർ ചില പോസ്റ്റുകളാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 7951 വേക്കൻസി ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ബേസിക് പേ ലെവലൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒത്തിരി പേ ലെവൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആണ്. അതിൻ്റെ ഒപ്പം ഒരുപാട് അലവൻസസ് എല്ലാം കൂടെ ചേർന്ന് ഏകദേശം ഒരു 80 to 85,000 സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന പോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ടെക്നിക്കലൊക്കെ പഠിച്ചിട്ട് ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. നേരിട്ട് എന്നോട് സംസാരിച്ച വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ ബിടെക് ഒക്കെ കഴിഞ്ഞ, അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ, അവരുടെ സ്പെസിഫിക് സ്ട്രീമിൽ കംപ്ലീറ്റ് ചെയ്തവർക്ക് അതേ സ്ട്രീമിൽ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് നോൺ ടെക്നിക്കൽ ഒന്നും പഠിക്കാതെ ഇരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും ചാൻസ് ഉള്ള എക്സാമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വരെ ആളുകളെ RRB ജൂനിയർ എഞ്ചിനീയറിന്റെ സെലക്ഷൻ പോസ്റ്റിൽ എടുത്തിട്ടുണ്ട്. അതായത് ലിസ്റ്റിന്റെ അവസാനം വരെയുള്ള ആളുകളെ എടുത്തു. അപ്പൊ ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പ് കിട്ടും എന്നുള്ളൊരു സാഹചര്യം ഉള്ള പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് RRB JEE. അല്ലാതെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം എടുക്കുന്ന പരീക്ഷയല്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ വളരെ പ്രാധാന്യത്തോടു കൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി
RRB ജെയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് RRB ആണ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നെയിം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് RRB ജെഇ എന്നാണ്. അതിനകത്ത് വരുന്ന പോസ്റ്റുകളാണ് ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ IT, അതുപോലെ മെറ്റീരിയൽ സൂപ്രണ്ടന്റ്, അതുപോലെ കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. 7951 വേക്കൻസിയാണ് വരുന്നത്. ഒരു ആൾ ഇന്ത്യ ലെവൽ എക്സാം ആണ് നമുക്ക് നടത്താനായിട്ട് പോകുന്നത്. ഇത് CBT1 എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, CBT2. നോക്കൂ മക്കളെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. CBT1, CBT2 എന്ന് പറയുന്ന 2 സെക്ഷനുകളിലായിട്ട്, 2 ടയറുകളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. എന്താണ് ഇതിനകത്ത് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. കുറെ ആളുകൾക്ക് അറിയാമായിരിക്കും, എങ്കിലും നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് വരുന്ന എന്തുവാടാ, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും മാത്രമേ ഉള്ളൂ. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും. ഇത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് indianrailways.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. എന്ന് മുതൽ ജൂലൈ 30 മുതൽ നോട്ടിഫിക്കേഷൻ ലൈവ് ആവുന്നിടം മുതൽ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. വളരെ പെട്ടെന്ന് ദിശ അക്കാഡമി ഈ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കൂടാതെ ദിശ അക്കാഡമി ഇതിനു വേണ്ടി എന്തെല്ലാം തരുന്നു എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഓരോ ടയർ പരീക്ഷകളെ പറ്റിയാണ്. ഏതാണ് എക്സാം പാറ്റേൺ? ഇതോടെ നോക്കിയോ, എക്സാമിന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞു. CBT1, CBT2, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇതിനുശേഷം എന്തിടുന്നു, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുന്നു. അപ്പോൾ നമ്മൾ CBT1 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, CBT2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒന്നും പറഞ്ഞാൽ ഒന്നുമില്ല, വലിയ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്യും, ചെറിയ കൈൻഡ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത് ഈ 2 പരീക്ഷകളെ കൃത്യമായി വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ പോസ്റ്റ്, ഈ എക്സാമിനേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. ഇത് എങ്ങനെ നിങ്ങൾ പഠിക്കണം, ദിശ അക്കാഡമി നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് ഗൈഡ് ചെയ്യുന്ന കാര്യം ഞാൻ ഈ 2 പോയിന്റുകളിലേക്ക് പോവാം. എല്ലാവരും റെഡി ആണെങ്കിൽ ഞാൻ പോവാണ്. CBT1 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. RRB ജെഇയുടെ CBT1 വരുന്നതെന്ന് പറയുന്നത് മാത്സ് 30 മാർക്ക്, ജനറൽ അവയർനെസ് 15 മാർക്ക്, ജനറൽ സയൻസ് 30 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25 മാർക്ക്. മാർക്ക് കണ്ടോ, ടോട്ടൽ 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് ആണ് വരുന്നത്. 1/3 നെഗറ്റീവ് വരും. 1/3 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. 1.5 മണിക്കൂറാണ് നമുക്ക് പരീക്ഷാ സമയം കിട്ടുന്നത്. അപ്പോൾ CBT1 പരീക്ഷ നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങൾ എഴുതുന്ന ടെക്നിക്കൽ പരീക്ഷ ആണെങ്കിൽ പോലും ടയർ 1 നിങ്ങൾ ആദ്യം ക്വാളിഫൈ ചെയ്യേണ്ട പരീക്ഷ ഇറ്റ് ഈസ് പ്യുവർലി നോൺ ടെക്നിക്കൽ എക്സാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ടെക്നിക്കൽ പരീക്ഷയല്ല. പ്യുവർലി ടെക്നിക്കൽ സബ്ജക്ട്സ് ഒഴിവാക്കിക്കൊണ്ട് നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് മാത്രം വരുന്ന പരീക്ഷ. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത്? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. മാത്സ് 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ജനറൽ സയൻസിന് വെയിറ്റേജ് ഉണ്ട് 30 ക്വസ്റ്റ്യൻസ്. അതുപോലെ റീസണിങ് 25. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏത് സബ്ജക്റ്റുകളിലാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ ടെക്നിക്കൽ സബ്ജക്റ്റ് ആണോ? അല്ല. അപ്പൊ ടയർ 1 പ്യുവർലി നോൺ ടെക്നിക്കൽ. അവിടെയാണ് ദിശ പോലെ ഒരു അക്കാഡമി പ്രാധാന്യം ഇരിക്കുന്ന. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ മാത്രം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പോയി നോക്കൂ. ഏകദേശം 1800ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെയിൽവേ എക്സാമുകൾ എഴുതാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ആ ക്ലാസ്സുകൾ മാത്രം കണ്ടുപിടിച്ചാൽ പോലും നിങ്ങൾക്ക് മാത്സിനെ പറ്റിയും റീസണിങ്ങിനെ പറ്റിയും ജനറൽ സയൻസിനെ പറ്റിയും ജനറൽ അവയർനെസിനെ പറ്റിയും നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അവിടെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയുക, ഈ ടെക്നിക്കൽ പഠിച്ചിട്ടുള്ള പല വിദ്യാർത്ഥികളും നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമി വന്ന് എന്നോട് മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പലർക്കും നോൺ ടെക്നിക്കൽ പഠിക്കാൻ മടിയാണ്. സാറേ ഞങ്ങൾക്ക് ടെക്നിക്കൽ അത്യാവശ്യം ഞാൻ സൗണ്ടാണ്, പക്ഷെ എനിക്ക് നോൺ ടെക്നിക്കൽ പഠിക്കാൻ മടിയാണ്. മക്കളെ, നോൺ ടെക്നിക്കൽ പാസ് ആവാതെ, CBT1 പാസ് ആവാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് CBT2 പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പ്യുവർലി നോൺ ടെക്നിക്കലായ ഈ പാർട്ട് പഠിച്ചേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ദിശ പോലെ ഒരു അക്കാഡമി എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വന്നിരുന്ന് പഠിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കര, അതുപോലെ തന്നെ കൊല്ലം ബ്രാഞ്ചുകളിൽ ഈ ഓഗസ്റ്റ് 1 മുതൽ നമുക്ക് എന്തുണ്ട്, ക്ലാസ്സുകളുണ്ട്. ഓഗസ്റ്റ് 5 മുതൽ നിങ്ങൾ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാച്ചുകൾ അവൈലാണ്. ഓഗസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത്
ചെയ്ത് കൃത്യമായിട്ട് ഓഫ്ലൈനിൽ പഠിക്കാം. ഇനി അതല്ല, ഓൺലൈൻ നമുക്ക് എത്താൻ പറ്റില്ല, സാർ ഞാൻ വെളിയിലാണ്, മറ്റൊരിടത്താണ്, എനിക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തേ പറ്റൂ എന്നുള്ളവർക്കാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ അവൈലബിൾ ആണ്. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി CBT1 കൃത്യമായി പ്രിപ്പയർ ചെയ്യാം. ഇതിന് ദിശ അക്കാഡമി ഏബിൾ ആണോ എന്നറിയാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ കണ്ടാൽ മതി. കേരളത്തിലെ മറ്റൊരു അക്കാഡമിക്കും പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്ത അത്രയും കണ്ടന്റ്, അല്ലെങ്കിൽ അത്രത്തോളം കണ്ടന്റ് ഇതിനോടകം തന്നു കഴിഞ്ഞു. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വെരിഫൈ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങനെയാണ് ഒരു അക്കാഡമിയെ വിലയിരുത്തേണ്ടത്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് നടന്ന RRB JEE എക്സാമുകളിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ നമ്മൾ ജൂനിയർ എഞ്ചിനീയർ സർവീസിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ വർക്ക് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് CBT1 കൃത്യമായിട്ട് പഠിച്ച് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പാസ്സാകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾ ടയർ 1 CBT1 നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 100 മാർക്കിന്റെ പരീക്ഷ, അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ വരും. ജനറൽ ടോപ്പിക്കുകൾ മാത്രമാണ് വരുന്നത്. മാത്സ് അറിയാവുന്ന, ഇപ്പം BTech ഒക്കെ പഠിച്ച, ഡിപ്ലോമ ഒക്കെ പഠിച്ച പിള്ളേരെ മാത്സ് ഓക്കെയാണ്, അവർക്ക് റീസണിങ് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ജനറൽ സയൻസും പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾ പ്യുവർലി നിങ്ങൾ GK എന്ന് പറയുന്ന സാധനം 15 മാർക്കേ ഉള്ളൂ. പക്ഷേ മാത്സും റീസണിങ്ങും സയൻസും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര 85 ക്വസ്റ്റ്യൻസ്, 85 മാർക്സ് അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. GK പഠിക്കാൻ വിഷമമാണെന്ന് വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. പക്ഷേ സീരിയസ്ലി ട്രൈ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഞാൻ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ CBT2 എക്സാമിലേക്ക് പോവാം. CBT2 പരീക്ഷ അതാ നോക്കിയേ. CBT2 എക്സാം, CBT2 രണ്ടാമത്തെ ടയർ പരീക്ഷ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ടയർ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന അടുത്ത രണ്ടാമത്തെ കടമ്പയാണ് CBT2 എക്സാം എന്ന് പറയുന്നത്. ഈ CBT2 എക്സാമിന് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാ? കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ജനറൽ അവയർനെസ് അവിടെ ഉണ്ട് മക്കളെ, 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫിസിക്സ് കെമിസ്ട്രി 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ബേസിക് എൻവയോൺമെന്റൽ ആൻഡ് പൊല്യൂഷൻ 10 മാർക്കുണ്ട്. അതായത് ഇത്രയും ചേർത്തിട്ട് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങളുടെ ടെക്നിക്കൽ, നിങ്ങൾ സിവിലുകാരനാവാം, മെക്കാനിക്കലുകാരനാവാം, ഇലക്ട്രിക്കലുകാരനാവാം, IT കാരനാവാം, നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് 100 മാർക്ക്. അങ്ങനെ ടോട്ടലി എത്ര വരും? 150 ആണ്. നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ 50 മാർക്ക്, അപ്പോൾ ടയർ 2വിലും നമ്മൾ എന്ത് പഠിക്കേണ്ടി വരും? നോൺ ടെക്നിക്കൽ ഉണ്ട്. അപ്പൊ ടയർ 1ൽ നോൺ ടെക്നിക്കൽ സ്ട്രോങ് ആണെങ്കിൽ ടയർ 2വിന് പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ടയർ 2വിലും 50 മാർക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് കിടക്കുന്നത്. ഈ 50 മാർക്ക് ആരാണ്? ജനറൽ പാർട്ടാണ്. പിന്നെ 100 മാർക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഈ പരീക്ഷ ആഗ്രഹിക്കുന്ന എല്ലാവരും അത്യാവശ്യം ഒന്ന് ഏബിൾ ആണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത്രത്തോളം ആഗ്രഹമുണ്ട് നമ്മുടെ സബ്ജക്റ്റിൽ ജോലി ചെയ്യാൻ. അതുകൊണ്ട് ആ കണ്ടന്റ് നിങ്ങൾ പഠിക്കും. ദിശ അക്കാഡമിയും ആ കണ്ടന്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഏതാണ്? നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്നിക്കൽ സബ്ജക്ട്സ്, അതായത് സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ചെറിയ ഫീസിൽ ഈ CBT1 പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് CBT2 എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ദിശ ഓൺലൈൻ എന്ന ആപ്ലിക്കേഷനിലൂടെ കൊടുക്കും. അപ്പൊ എന്താ ഗുണം? നിങ്ങൾക്ക് CBT1 ഇപ്പോൾ ഓഫ്ലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇൻ ദ സെയിം ടൈം നിങ്ങൾക്ക് CBT2 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതലേ RRB JEE പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ദിശ അക്കാഡമിയുടെ 4 ബ്രാഞ്ചുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരിപ്പം ടയർ 1 ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും ഒട്ടും സമയം വൈകാതെ നിങ്ങൾ CBT1 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇൻ ദ സെയിം ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതേ ദിവസം തന്നെ CBT2 കൂടെ നിങ്ങൾക്ക് പഠിച്ചു കൊണ്ടുപോകാം. രണ്ടും ഒരേ സമയത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ CBT1 ഓഫ്ലൈനിൽ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഓൺലൈനിൽ CBT2 കൂടെ പാരലി റിവിഷൻ ചെയ്തു പോവാം. അതല്ലെങ്കിൽ രണ്ടും CBT1ഉം CBT2ഉം നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെ ദിശ അക്കാഡമി ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുന്നു, ഈ 150 മാർക്കും നമ്മൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഒരു വിവരമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നു. ഈ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ആണല്ലോ. ഇത് താല്പര്യം, ഇപ്പൊ ടെക്നിക്കൽ മാത്രം താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ടെക്നിക്കൽ RRB JEE നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം. അത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി കൂടെ നമ്മൾ റിലീസ് ചെയ്തതാണ്. നമ്മുടെ അക്കാഡമിയിൽ, ഓഫ്ലൈൻ അക്കാഡമിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി റിലീസ് ചെയ്തതാണ്. അത് കൂടാതെ നിങ്ങൾ കൂടെ തരുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ, നമ്മുടെ ദിശ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും RRB JEE പ്രിപ്പയർ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട്
എന്നിട്ട് നിങ്ങൾ ഏത് ബ്രാഞ്ചാണെന്ന് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് ബ്രാഞ്ചാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നിങ്ങൾ അതിനകത്ത് കൊടുക്കുക. ഉറപ്പായിട്ടും നിങ്ങളെ ദിശ അക്കാഡമിയിൽ നിന്ന് തിരിച്ച് കോൺടാക്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിശ യൂട്യൂബ് ചാനൽ ആദ്യം കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഇതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കാം. എന്തായാലും ദിശ അക്കാഡമി അതായത് 2023 മുതൽ തന്നെ RRB JEE എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. RRB JEE എക്സാമിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ തയ്യാറാക്കിയിരുന്നു. നമ്മുടെ CBT1 കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കുട്ടികൾ, പല റേഞ്ച് ഓഫ് കുട്ടികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നവരെയും കൃത്യമായിട്ട് അതിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വിവരം, ഈ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഞാനത് പറയുന്നു കേട്ടോ, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഇപ്പം നിങ്ങളുടെ കൂടെ ബിടെക്കിന് പഠിച്ചിട്ടുള്ള, ഡിപ്ലോമയ്ക്ക് പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോസ്റ്റിൽ നിങ്ങൾ പഠിച്ച ടെക്നിക്കൽ സബ്ജക്റ്റിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ RRB JEE വളരെ മികച്ച ഒരു അവസരം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ലേണിംഗ് ആശംസിക്കുന്നു. ദിശ അക്കാഡമിയുടെ ചാനലിൽ കാണുന്ന വീഡിയോസ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ടും നിങ്ങൾ കമൻറ്റുകളിലൂടെയും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ താല്പര്യമുള്ള ഫോം ഫില്ല് ചെയ്തും അറിയിക്കുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.